ഹലോ ഗൈസ്, ഇന്ന് സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. ഇന്നിതേ കുറച്ച് ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ബീഫ് വെക്കാം കേട്ടോ. അത് ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് ഇളക്കാം. ശരി, ഞാൻ നന്നായി കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇളക്കി ഇനി മതി കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിനെ അങ്ങോട്ട് കുക്കർ അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾക്ക് ഇതിനെ കുക്കറിന് കുക്കർ മാത്രം കേട്ടോ. ശരി, ഓക്കെ, നമ്മൾ വെച്ചു. ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ. അതാണ് എൻ്റെ ഗ്യാസ്. അപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇനി ഇതിവിടെ കുറച്ച് നേരം അതിരുന്ന് വേകട്ടെ. നമ്മൾക്കപ്പോഴേക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ ഉള്ളി, പച്ചമുളക്, അതൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി, എല്ലി പേസ്റ്റ് അതൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കടുക് എല്ലാവരും ഒന്നും ഇടില്ല, പക്ഷെ ഞാൻ കടുക് ഇട്ടിട്ടും ഇതേ കടുക് പൊട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാള ഇടാം. നമുക്ക് നന്നായി ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചിയും പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് നന്നായി ഇതിനോടൊപ്പം തന്നെ ഇതിനെ നമുക്ക് മൂപ്പിച്ചെടുക്കണേ. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഉപ്പ് പൊടി. അപ്പോൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടും. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് ബീഫ് വെന്ത് മതിയോ നോക്കാം കേട്ടോ. അത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വഴറ്റി വരുമ്പോഴേ ഇത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. സവാള നന്നായി വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇച്ചിരി ആ പൊടികളുടെയൊക്കെ പച്ച ചൊവ്വന്ന് മാറിക്കിട്ടെ. ഇത് ഇതിക്ക് വേവിച്ച് വെച്ച ബീഫിനെ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഒന്ന് നന്നായി ഒന്ന് തീ കത്തിച്ച് ഇതിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന രീതിയിലാക്കാം. പോരെങ്കിൽ കുറച്ചുകൂടെ വേഗം ഇച്ചിരി വെള്ളം ഒഴിക്കാം കേട്ടോ. അരപ്പൊക്കെ ഒന്ന് വേഗണ്ടേ. നമുക്കിതിന് ഇനി അടച്ച് വെച്ച് വേകാൻ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ ബീഫ് കറി കറക്റ്റ് പാകത്തിന് ഒരു കുഴമ്പ് രൂപ കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്രെഡൊക്കെ മുക്കി തിന്നാൻ നല്ലതാണ്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഇച്ചിരി ഒരു കുഴമ്പിലേ വയ്ക്കുള്ളൂ. ഇനി അടുത്ത് നമുക്കിത് കുറച്ച് മല്ലിയിലയൊക്കെ ഇടാം. ഇനി ഞാനിത് കരിവേപ്പില ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇത്രയും നേരം ഞാൻ ഇടില്ല, ഇറക്കാൻ നേരം ഞാൻ ഇടുള്ളൂ. എന്നിട്ട് ഇങ്ങനെയൊന്ന് നമുക്ക് ഒതുക്കി വെച്ചിട്ടൊന്ന് നമുക്കിങ്ങനെ ഇറക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെ എങ്ങനെയാണോ വെക്കണമെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ അല്ലാത്തവർ ഒന്നിങ്ങനെയൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കൂടെ ഒന്ന് പറയണേ. നല്ലതാണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.